നമസ്കാരം കുട്ടികളെ, ഞാൻ മുരളി സാറാണ്. നമ്മൾ ഇന്ന് പുതിയ ഒരു ചാപ്റ്റർ കിടക്കാൻ പോകുന്നു. ആ ചാപ്റ്ററിൻ്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഇതിനകത്തൊന്നും അത്ര വലിയ ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഇത് നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറേയൊക്കെ, അതുകൊണ്ട് എളുപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് പറയട്ടെ, ദിസ് ചാപ്റ്റർ ദാറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് the classification of elements. So how these elements can be classified? The number of scientists were attempt this procedure. പക്ഷേ പല ആൾക്കാരും അത് ഫെയിലറായി പോകുന്നൊരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ ഫെയിലർ ആയതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. മനസ്സിലായോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്? ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ആദ്യമായിട്ട് ഈ ഡോബർണിയർ എന്നൊരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇത് സ്റ്റഡി ചെയ്തത്. ഡോബർണിയർ ട്രയാഡ്സ് എന്നറിയപ്പെടും. ഡോബർണിയർ ഒന്നുമില്ല, വളരെ സിമ്പിളാണിത്. അക്കോർഡിംഗ് ഡോബർണിയർ കോൺസെപ്റ്റ്, ഹി അറേഞ്ച് ദ എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ atomic mass. Then he found that the properties of every middle element is the average of other two adjacent elements. അപ്പോൾ നമ്മൾ 3 അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൺസിഡർ ചെയ്താൽ നടുക്ക് വരുന്ന എലമെൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മറ്റ് 2 എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ആവറേജ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടീസ് എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നത് അറ്റോമിക് മാസിനെ എടുത്ത് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ലിഥിയം അല്ലേ, ലിഥിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ, ലിഥിയം Li. പിന്നെ സോഡിയം ആൻഡ് പൊട്ടാസ്യം, alkali metals. The lithium whose atomic mass that is 7, potassium 39, then sodium അത് X എന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡോബർണിയർ കോൺസെപ്റ്റ്, ദ atomic mass of sodium is the average of other 2 elements. അപ്പോൾ നോക്കി, അറ്റോമിക് മാസ് ഓഫ് സോഡിയം ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് അതർ 2. അപ്പോൾ 7 പ്ലസ് 39 divided by 2, that is equal to 46 divided by 2 equal 23. ഇത് കറക്റ്റായത്. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ 23 ആണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ അറ്റോമിക് മാസ് ഉള്ള എലമെൻ്റ് കേസ് വരുമ്പോൾ ഈ ഡോബർണിയർ ട്രയാഡ്സ് വളരെ കറക്റ്റാണ്. പിന്നെ എന്താ അവിടെ സംഭവിച്ചറിയാമോ? ഹയർ അറ്റോമിക് മാസ് വരുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെ വരുമ്പോൾ ഇതെല്ലാം വയലേറ്റ് ചെയ്യണം. കാരണം അവിടേക്ക് ഐസോട്ടോപ്പൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഡോബർണിയർ ലോയർ ട്രയാഡ്സ് എന്ന് പറയുന്നത് ലോവർ അറ്റോമിക് മാസ് ഉള്ള കേസിലാണ് സക്സസ്ഫുൾ ആയത്. അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടും. ന്യൂലാൻഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ലോയാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അവിടെയും അദ്ദേഹം എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് അറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കിയാണ്. സോ ന്യൂലാൻഡ്സ് അറേഞ്ച് ദ എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് atomic mass, ascending order of atomic mass. Then he found that the properties of every 8th element is similar to that of the first one. അതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഓരോ 8ാമത്തെ എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് തുടക്കത്തിലുള്ള ആരാണോ അതുമായിട്ട് വളരെ സെയിം ആണ്. മനസ്സിലാക്കുക. ഈ ഒരു പ്രോപ്പർട്ടി ഇത് വേറൊരു കാര്യവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ട് 8 നോട്ട് ഓഫ് മ്യൂസിക് അല്ലേ, സംഗീതത്തിൽ 8 നോട്ടുകൾ, സ രി ഗ മ പ ധ നി സ ഉണ്ടോ? ആ ലെറ്റർ നോക്കി. അപ്പോൾ 1ാമത്തെ സ എന്നാണ് പറഞ്ഞത്, 8ാമത്തെ സ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയും. അതുകൊണ്ടാണ് ഈ ഒരു വാക്കൂടെ ചേർക്കാൻ കാരണം. അപ്പോൾ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് Newlands arranged the elements in the increasing order of atomic mass. Then he found that the properties of every 8th element is the repetition of the first one. This is very similar to that of the 8th note of music. Therefore, it is called the Newlands law of octaves. അവിടെയും ഹയർ അറ്റോമിക് മാസ് ഉള്ള കേസ് വരുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അട്ടർ ഫെയിലർ ആണ്. അടുത്ത സയൻറ്റിസ്റ്റ് വന്നത് മെൻഡലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മെൻഡലീവ്, MENDELEEVE, Mendelieves. So Mendeleev also arranged the elements in the increasing order of atomic mass. Then he found that the physical and chemical properties of elements are the periodic function of their atomic mass. അതാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കി,
the properties of elements are the periodic function of their atomic mass. എന്താണ് ഈ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം, മനസ്സിലാക്കുക, എലമെൻസിനെ അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഈ പ്രോപ്പർട്ടീസ് എല്ലാം റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ് പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ മെൻഡലീഫ് arrange the elements in the increasing order of atomic mass. Then he found that the properties of elements are the periodic function of atomic mass. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് നോക്കുകയും, ഇപ്പോൾ ലിഥിയം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൽക്കലി മെറ്റൽ. ലിഥിയം കഴിയുമ്പോൾ വലത്തോട്ട് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ലിഥിയത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണോ അതേ പ്രോപ്പർട്ടി ഉള്ള അടുത്ത എലമെൻറ്റ് വരുന്നത് സോഡിയമാണ്. മനസ്സിലാക്കുക. അപ്പോൾ സോഡിയത്തിൻ്റെയും ലിഥിയത്തിൻ്റെ ഇടയിൽ കുറേ എലമെൻറ്റ്സ് അങ്ങോട്ട് അടുക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ലിഥിയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിമിലാരിറ്റി സോഡിയമാണ്. ഇനി സോഡിയം കഴിയുമ്പോൾ അങ്ങോട്ട് വീണ്ടും എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പീരിയോഡിക് ടേബിളിൽ. നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നല്ലതാണ്, പെട്ടെന്ന് മനസ്സിലാവും. സോഡിയത്തെ തൊട്ട് താഴെ വരുന്നത് ആരാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റും പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിമിലാരിറ്റി വരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ് അടുക്കിയത്, അതുകൊണ്ടാണ് സിമിലാരിറ്റി വരാൻ കാരണം. പക്ഷേ ഇവിടെയും വന്ന കുഴപ്പം എന്താ? ഹയർ അറ്റോമിക് മാസ് വരുമ്പോൾ അട്ടർ ഫെയിലറാണ്. അതോടുകൂടി മെൻഡലീഫിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. ക്ലിയർ ആയല്ലോ? പിന്നെ വന്ന സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അത് വേറൊന്നുമല്ല, മോയ്സ്ലി എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. മോയ്സ്ലി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ലോയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നാലാമത്തെയാണത്. മോയ്സ്ലി അറേഞ്ച് ചെയ്തത് എന്താണ്? മോഡേൺ പീരിയോഡിക് ലോ. മോയ്സ്ലി മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ. So Moseley arranged the elements in the increasing order of their atomic number, not atomic mass. Then he found that the physical and chemical properties of elements are the periodic function of the atomic number and not atomic mass. This is called a modern periodic law. അപ്പോൾ Moseley arranged the elements in the increasing order of atomic number and not atomic mass. Then he found that the properties of elements are repeated after regular intervals. അതാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, ഫസ്റ്റ് എലമെൻറ്റ് ഹൈഡ്രജനാണ്, അറ്റം നമ്പർ 1. 2 എന്ന് പറയുന്നത് ഈ അറ്റം വരും ഹീലിയം. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ എടുത്തൊന്ന് വെക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാവും. ഹൈഡ്രജന് തൊട്ട് താഴെ ലിഥിയം ഉണ്ട്, അറ്റം നമ്പർ 3 ആണ്. മനസ്സിലായോ? പിന്നെ ഇവിടെ ബെറിലിയം, അവിടെ 4 ആണ്. പിന്നെ അങ്ങേ അറ്റം വരും ബോറോൺ, ഇവിടെ 5 ആണ്. ഇങ്ങനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യണം. ഏറ്റവും അവസാനം വരുമ്പോൾ നിയോൺ, അറ്റം നമ്പർ 10 അല്ലേ? കണ്ടോ? ഇനി അടുത്ത 11 വരുന്നത് ഇവിടെയാണ്, അത് സോഡിയമാണ്. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, മനസ്സിലാക്കുക. ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സിനും പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇതൊരു പ്രത്യേക ഗ്രൂപ്പാണ്, കണ്ടോ? ഹീലിയം, നിയോൺ, ആർഗൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സ് ഇനർട്ട് ഗ്യാസ് എന്നറിയപ്പെടും, മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ലോ എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാ? അറ്റോമിക് നമ്പറിനാണ്, ആർക്കല്ല? അറ്റോമിക് മാസിനല്ല. ക്ലിയർ? ഇനി അടുത്തത് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കി അറിയാം. ഇതിനകത്ത് 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. ആ 18 വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും, മനസ്സിലാക്കുക? ഗ്രൂപ്പ്. 7 ഹോറിസോണ്ടലായിട്ടുള്ള ലൈൻസ് റോസ് ഉണ്ട്, ഹോറിസോണ്ടൽ റോസ്. അതിനെ പീരീഡ്സ് എന്ന് പറയും, പീരീഡ്. മനസ്സിലായോ? അപ്പോൾ modern periodic table consists of 18 vertical columns. ഇതുണ്ട് വെർട്ടിക്കൽ കോളംസ് ആയത്, മനസ്സിലായോ? ഇത് ഗ്രൂപ്പ് നമ്പർ 1, ഇത് 18. മനസ്സിലായോ? ഇതാണ് പീരീഡ് എന്ന് പറയും. കണ്ടോ? പീരീഡ്. ഫസ്റ്റ് പീരീഡിനകത്ത് 2 എലമെൻറ്റ്സേ ഉള്ളൂ. ആരൊക്കെ? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. സെക്കൻഡ് പീരീഡിനകത്തും തേർഡ് പീരീഡിനകത്തും 8 എലമെൻറ്റ്സ് കാണാൻ സാധിക്കും, മനസ്സിലാക്കുക. പിന്നെ വരുന്ന 2 എണ്ണത്തിനകത്ത് 18 എലമെൻറ്റ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നുള്ളത് 32 എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ പീരീഡിൽ only 2 എലമെൻറ്റ്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് വൺ 8 എലമെൻറ്റ്, then 18, then 32, like that.
ക്ലിയർ ആയല്ലോ? ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഒന്ന് ഓർത്തുന്നാൽ മതി. അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താ അതിനകത്ത് ആ സ്ട്രക്ചറൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. അതിന് ആ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കേൾക്കാനായിട്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നിങ്ങൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിചയപ്പെടുക. ഇതൊക്കെ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണേ. നോക്കുക, ഇതൊരു ഔട്ട്ലൈൻ വരച്ചിരിക്കുകയാണ്. അത്ര വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഞാൻ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാൻ എളുപ്പമാണ്. നോക്കി, അതിനകത്ത് ഗ്രൂപ്പുകൾ എണ്ണാൻ പോകും. നോക്കിയാൽ 1, 2, ഇവിടെ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. കണ്ടോ? 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ താഴോട്ട് ഹൊറിസോണ്ടൽ റോസും ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെൻറ്റ്സ്, അതായത് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. അത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം അങ്ങോട്ട് പോകും. സെക്കൻഡ് ഗ്രൂപ്പിനകത്ത് കണ്ടോ ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം എക്സെട്ര. പിന്നെ തേർഡ് ഗ്രൂപ്പ് തൊട്ട് 12th ഗ്രൂപ്പ് വരെ അതൊരു പ്രത്യേക ബ്ലോക്കായിട്ട് വരും. അടുത്ത വേറൊരു ബ്ലോക്കായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് എടുക്കുക. കണ്ടോ? അത് 18th ഗ്രൂപ്പാണ്. അതിന് നമ്മൾക്ക് നോബിൾ ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്, സിറി ഗ്രൂപ്പ് എലമെൻറ്റ്സ് വിളിക്കാറുണ്ട്, അങ്ങനെ പല പേരുണ്ട്. അതിനകത്ത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ എക്സെട്ര അങ്ങനെ കൊണ്ട് പോകും. പിന്നെ ഇതാണ് മെയിൻ ബോഡി ഓഫ് പീരിയോഡിക് ടേബിൾ. ഇത് ഇത്രയും വലുത്. മനസ്സിലായോ? അതിന് തൊട്ട് താഴെയായിട്ട് കണ്ടോ 2 സീരീസ് ആയിട്ട് കുറേ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സീരീസ്. അതിൽ ആദ്യത്തെ സീരീസ് ആക്റ്റിനൈഡ് എന്ന് പറഞ്ഞാൽ സീറിയത്തിൽ തുടങ്ങി ലുട്ടീഷ്യം വരെയുള്ള 14 എലമെൻറ്റ്സ് ആണ് ആക്റ്റിനൈഡ്സ് എന്ന് പറയും. മനസ്സിലായോ? ലാന്തനൈഡ്സ് എന്ന് പറയും, ലാന്തനൈഡ്സ്. അടുത്തത് തോറിയത്തിൽ തുടങ്ങി ലോറൻസിയം വരെയുള്ള എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് ആക്റ്റിനൈഡ്സ് എന്ന് പറയും. അപ്പോൾ ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനൈഡ്സ് ഇതാണ് ഒരു ഔട്ട്ലൈനായിട്ട് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ദിസ് എലമെൻറ്റ്സ് ആർ ദെൻ ക്ലാസിഫൈഡ് ഇൻടു 4 types. They are S block element, P block element, D block element and F block element. കണ്ടോ? അങ്ങനെ 4 ബ്ലോക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ ആദ്യം എടുക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. വാട്ട് ആർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു എസ് ഓർബിറ്റ് ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കാണ് ഏറ്റവും അവസാന ഇലക്ട്രോൺ പോകുന്നതെങ്കിൽ ആ എലമെൻറ്റ്സ് പൊതുവെ വിളിച്ച പേരാണ് എസ് ബ്ലോക്ക് എന്ന് പറയും. എസ് ബ്ലോക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡാണ്, എക്സ്ട്രീം ലെഫ്റ്റിലാണ്. അത് തന്നെ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 and 2 ഓർത്തിരിക്കുക. കാരണം ഈ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ഇങ്ങോട്ടാണ്, എസ് ഓർബിറ്റിലേക്കാണ്. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പരിചയപ്പെടാനുള്ളേ ഉള്ളൂ. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതി നോക്കിയാൽ അത് മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ലിഥിയം അറ്റം നമ്പർ എത്ര? ലിഥിയം അറ്റം നമ്പർ 3 അല്ലേ? കോൺഫിഗറേഷൻ പറഞ്ഞ് 1s2 2s1. കണ്ടോ? ലാസ്റ്റ് ഇലക്ട്രോൺ 2sലേക്കാണ് പോയത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ലിഥിയം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ക്ലിയർ ആയല്ലോ? അതുപോലെയാണ് ബാക്കിയെല്ലാം വരുന്നത്. ഇനി അടുത്ത പി ബ്ലോക്കിലേക്ക് കിടക്കുമ്പോഴാണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദ പി ഓർബിറ്റൽ ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഈ വരുന്ന ആറ്റങ്ങളുടെ അറ്റോം നമ്പർ എടുത്തിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടായിരിക്കും? പി ഓർബിറ്റൽ ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം. നോക്കി, അത് ഗ്രൂപ്പ് നമ്പർ 13 to 18 ആണ്. ഗ്രൂപ്പ് നമ്പർ 13 to 18. അതിൽ എക്സെപ്റ്റ് ഹീലിയം ആണ് കേട്ടോ. ഹീലിയം വരത്തില്ല. അതൊഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാമാണ് ആ വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ വാട്ട് ആർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ചോദിച്ചാൽ എന്ത് പറയും? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദ പി ഓർബിറ്റൽ ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേറൊരു പേര് അറിയപ്പെടുന്നത് ഈസ് ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അത് വരുന്നത് ഗ്രൂപ്പ് നമ്പർ 3 to 12 ആണ്. മനസ്സിലായോ? അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കാൻഡിയത്തിലാണ്. ഇവിടെ 3 സീരീസായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം സ്കാൻഡിയമാണ്, അവസാനം വരുന്നത് സിങ്കാണ്. അതൊരു സീരീസായിട്ട് പറയും. അപ്പോൾ ഈ എലമെൻറ്റ്സിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളിതാ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാം ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദ ഡി ഓർബിറ്റൽ ഓഫ് ദ പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് മീൻസ് സെക്കൻഡ് ലാസ്റ്റ്. മനസ്സിലാക്കുക. അങ്ങോട്ടായിരിക്കും ഏറ്റവും അവസാന ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ട് ആ ബ്ലോക്കിന് വിളിച്ച പേരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അടുത്തത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടും. വാട്ട് ആർ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു എഫ് ഓർബിറ്റൽ ഓഫ് ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ANTI മനസ്സിലാക്കുക. ആൻറ്റി
anti, A-N-T-I, penultimate shell. ഇങ്ങനെ വരികയാണെങ്കിൽ that is called F block elements. Clear ആണല്ലോ? F block elements classified into two types. One is called lanthanide series and second one is called actinide series. Lanthanide series in which the 4f orbital is gradually filled by electron, and the actinide series 5f orbital is gradually filled by electron. Lanthanide series consists of cerium to lutetium, and actinide series consists of thorium to lawrencium. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ഔട്ട്ലൈനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കുക, അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ആ പീരിയോഡിക് ടേബിളിനകത്തുള്ളത് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എന്തെങ്കിലും നമുക്കിനി അങ്ങോട്ടുള്ളത് പഠിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലോക്സ് ഓഫ് എലമെൻറ്റ്സ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് we have studied about what's the classification of elements based on different blocks. There is S block elements, P block elements, D block elements, and F block elements. So today we discussed about what are the important characteristic properties of S block, P block, D block, and F block elements. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? നോക്കുക. ഒന്നാമത്തേത് ഞാൻ വായിക്കാം. പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പം ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നോക്കുക. ഒന്നാമത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. എസ് ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. പ്രധാനമായിട്ട് ഞാൻ എല്ലാവർക്കും 4 പ്രോപ്പർട്ടീസാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. സോ ദ ഫസ്റ്റ് വൺ, ദ ജനറൽ കോൺഫിഗറേഷൻ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ് ഈസ്, ചിലപ്പോൾ അത് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, ഡാഷ്. ആൻസർ ആണ് ദാറ്റ് ഈസ് NS 1 to 2 എന്നാണ്. NS എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് സെല്ലിലെ എസിൻ്റെ കോഡാണത്. അതിനകത്ത് മിനിമം നമ്പർ 1ഉം മാക്സിമം നമ്പർ 2 ആണ്. മിനിമം നമ്പർ 1 വരുമ്പോൾ അത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റും 2 ഇലക്ട്രോൺ വന്നാൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുമാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിനെ. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിച്ച പേര് ആൽക്കലൈൻ മെറ്റൽസ് എന്നാണ്. അപ്പോൾ NS 1 to 2 അതാണ് ജനറൽ കോൺഫിഗറേഷൻ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദേ ആർ ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് സോഫ്റ്റ് മെറ്റൽ. ഈ ആൽക്കലി മെറ്റൽസും എർത്ത് മെറ്റൽസും എല്ലാം തന്നെ ഇലക്ട്രോ പോസിറ്റീവാണ്. വാട്ട് ഈസ് ഇലക്ട്രോ പോസിറ്റീവ്? ദ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ഇൻ ഓൾ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലി മെറ്റൽസും എർത്ത് മെറ്റൽസും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആകുവാൻ സാധാരണഗതിയിൽ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ എന്ന് പറയാൻ കാരണം. പിന്നെ അടുത്തെന്താ? സോഫ്റ്റ് മെറ്റലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഡിയം പോലുള്ള മെറ്റൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അത് വളരെ സോഫ്റ്റാണ്. മനസ്സിലായി? നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് അമങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സോഫ്റ്റ് മെറ്റൽ പറയാൻ കാരണം. ഇനി മൂന്നാമത്തത്, ദേ ഹാവ് ലോ അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ച് കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ഇതിനകത്തും പഠിക്കുന്നുണ്ട്. അയണൈസേഷൻ എൻതാൽപ്പി വളരെ ലോ ആയിരിക്കും. അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദാറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove the electron from the outermost shell of atom in the gaseous state. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ gaseous സ്റ്റേറ്റിൽ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒന്നോ അതിലധികമോ ഇലക്ട്രോണെ എടുത്ത് കളയുവാൻ ആവശ്യമായിട്ട് വരുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജി എന്താണോ അതിനെ വിളിച്ച പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. അത് തന്നെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. അത് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ അത് ഹൈലി റിയാക്റ്റീവ് എന്നർത്ഥം. അപ്പോൾ അയണൈസേഷൻ എനർജി കുറയുന്നതോറും റിയാക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ദെൻ നാലാമത്തത്, ദേ ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് മീൻസ് ദ റിയേജൻറ്റ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. പഠിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെയും എർത്ത് മെറ്റൽസിൻ്റെയും അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായതുകൊണ്ട് they have a tendency to lose electron, and that process is called oxidation. The reagent which undergo oxidation acts as what? Reducing agent. So alkali metals and earth metals are reducing agent. So these are the 4 important properties of S block elements. Clear? The next one is properties of P block elements. So what are the important properties of P block elements? Okay. The first one, the general configuration is NS2NP1 to 6 എന്നാണ്. നമുക്കറിയാം പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 അല്ലെ ഗ്രൂപ്പ് നമ്പർ 13 to 18 ആണ്. അപ്പോൾ 13 മുതൽ 18 വരെയുള്ള എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് എസ്സിനകത്ത് 2 ഇലക്ട്രോണും പിക്കകത്ത് മിനിമം നമ്പർ 1ഉം മാക്സിമം നമ്പർ 6ഉം ആണ്. ഈ മിനിമം നമ്പർ 6 എന്ന് പറയുമ്പോൾ 13th ഗ്രൂപ്പാണ്, ബോറോൺ ഫാമിലി കേട്ടോ. മാക്സിമം 6 വരുമ്പോൾ അത് 18th ഗ്രൂപ്പിലേക്ക് മാറും. മനസ്സിലാക്കുക? അപ്പോൾ അത് ഇനേർട്ട് ഗ്യാസാണ്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വിളിക്കുന്ന പേരാണ് NS2NP1 to 6 എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പോൾ ഈ വിഭാഗത്തിൽ വരുന്ന എലമെൻറ്റ്സിനകത്ത് മിക്കവാറും കുറേയൊക്കെ മെറ്റൽസ് ആവുന്നുണ്ട്, കുറേയൊക്കെ നോൺ മെറ്റൽസ് ആവുന്നുണ്ട്, അതുകൂടാതെ മെറ്റലോയിഡ് വിഭാഗമുണ്ട്. ഈ മെറ്റലോയിഡ് മീൻസ് ഇത് ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ അങ്ങനെ കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോൺ മെറ്റൽസ്, മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ് എന്ന് പറയാൻ കാരണം. അടുത്തത് ദേ ഫോം അയോണിക് ആസ് വെൽ ആസ് കോവലന്റ് കോമ്പൗണ്ട്സ്. ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രത്യേകത അതുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ കുറച്ച് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ആൽക്കലി മെറ്റൽസും എർത്ത് മെറ്റൽസും അയോണിക് കോമ്പൗണ്ട്സ് ആണ് കൂടുതലായിട്ടും ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? നല്ലൊരു ശതമാനം കോമ്പൗണ്ട് അവിടുത്തെ അയോണിക്കാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അയോണിക്കും ഉണ്ട്, കോവലൻറ്റും ഉണ്ട്. ഓക്കെ, ദ ലാസ്റ്റ് വൺ, മെനി ഓഫ് ദം ആർ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. കണ്ടോ, മിക്കവാറും എല്ലാ എലമെൻറ്റ്സും ഇലക്ട്രോ നെഗറ്റീവാണ്. എന്താ ഇലക്ട്രോ നെഗറ്റീവ്? ടെൻഡൻസി ടു അട്രാക്ട് ദ ഇലക്ട്രോൺ. മുമ്പത്തെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞത്, ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞല്ലേ ആൽക്കലി മെറ്റൽസ് കേസിൽ. പക്ഷേ പി ബ്ലോക്ക് റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓർ ആറ്റംസ് ഹാവ് എ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി is called electron negativity. Clear? So these are the 4 important characteristic properties of p block elements. The next one is properties of d block element. d block പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് ഇത് കളക്റ്റീവായിട്ട് വേറൊരു പേരും വിളിക്കും. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. ഓർത്തിരിക്കുക, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. So what are the important properties of d block elements? The first one is the general configuration is n-1 d 1 to 10 ns1 to 2. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ns1 to 2 അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്, മനസ്സിലാക്കുക. അത് എസ് ഓബിനകത്ത് മിനിമം നമ്പർ 1 കാണും, മാക്സിമം നമ്പർ 2 കാണും. അതേസമയം ഇപ്പുറത്ത് n-1 അതിനേക്കാൾ ഒന്ന് കുറച്ച് അതിനകത്ത് ഡി ഓബിൽ കാണും. അതിൽ മിനിമം നമ്പർ 1 ആയിരിക്കും, മാക്സിമം നമ്പർ 10 ആയിരിക്കും. പറയാൻ മനസ്സിലായോ? അതായത് ഔട്ടർ മോസ്റ്റ് സെല്ലിൻ്റെ നമ്പർ ഇപ്പോൾ 5 വന്നിരിക്കട്ടെ, അപ്പോൾ ഇവിടെ 5s എന്ന് വരും. അപ്പോൾ ഇപ്പുറം എത്ര? 5-1 4, അപ്പോൾ 4d എന്നും വരും. സപ്പോസ് ഇവിടെ 6s എന്നായിരിക്കട്ടെ, അപ്പോൾ ഇവിടെ 6-1 5, അപ്പോൾ 5d എന്ന് വരും. അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് സെല്ലിനകത്ത് 1 or 2 ഇലക്ട്രോൺ കാണും. പിന്നെ ഇപ്പുറത്ത് ഏതായത് പെനൾട്ടിമേറ്റ് ഷെൽ അതിനകത്ത് 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ അപ് ടു മാക്സിമം 10 ഇലക്ട്രോൺ. അപ്പോൾ അതാണ് n-1 d 1 to 10 ns1 to 2 എന്ന് പറയാൻ കാരണം. അടുത്തത് ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കളേർഡ് കോമ്പൗണ്ട്സ്. നിങ്ങൾ ലാബിൽ കയറി നോക്കിയാൽ കാണാം, അവിടെ കളേർഡ് ആയിട്ടുള്ള കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ക്രോമേറ്റ്, ഇതിനകത്തൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കും ഒരു ട്രാൻസ്ഫർ മെറ്റൽസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ട്രാൻസ്ഫർ മെറ്റൽ മിക്കവാറൊക്കെ എന്താ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, മനസ്സിലാക്കുക. പിന്നെ അടുത്തത് ദേ ആർ ഹാർഡ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മിക്കവാറും എല്ലാ മെറ്റൽസും വളരെ വളരെ ഹാർഡാണ്, അല്ലേ? ഇപ്പം അയൺ, കോപ്പർ ഒക്കെ വളരെ ഹാർഡാണ്, നിങ്ങൾക്കറിയാവുന്നത്. അതുകൂടാതെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, മെൽറ്റിംഗ് പോയിൻ്റ് വളരെ ഹൈ ആയിരിക്കും. പിന്നെ ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്കറിയാതെ, അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജിൻ്റെ എണ്ണമാണ് ഓക്സിഡേഷൻ നമ്പർ അല്ലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ ആൽക്കലി മെറ്റൽസും അതുപോലെ എർത്ത് മെറ്റൽസ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ നമ്പർ മാത്രമേ അവർ കാണിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ കാണിക്കാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയണെ സംബന്ധിച്ച് Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. ഫെറസ്, ഫെറിക്ക് Fe2+ വിളിച്ച് വരെ ഫെറസ്, Fe3+ ആണ് ഫെറിക്ക്. കണ്ടോ? അപ്പോൾ 2 ഓക്സിജൻ സ്റ്റേറ്റ് ആരൊക്കെയാണ്? +2 ആൻഡ് +3. അതുപോലെ തന്നെ കുപ്രസ്, കുപ്രിക്ക് Cu+, Cu2+. Cu+ വരുന്നതാണ് കുപ്രസ്, Cu2+ വരുന്നതാണ് കുപ്രിക്ക്. ക്ലിയർ ആയല്ലോ? അതുപോലെ ഉണ്ട് മാംഗനീസ്, മാംഗനിക്ക്, ലൈക്ക് ദാറ്റ് ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന എക്സാമ്പിളാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദം ആർ പാരാമാഗ്നറ്റിക്. എന്താ പാരാമാഗ്നറ്റിക്? മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ഷൻ ഉള്ള വസ്തുക്കൾ. അതിന് കാരണം അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. ജസ്റ്റ് അറിഞ്ഞാൽ മതി, നിങ്ങൾ ഇത്രയും പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയാൽ മതിയാവും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിക്ക് തൊട്ട് താഴെ 2 സീരീസ് ആയിട്ട് മാറ്റിയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനൈഡ്സ്. ലാന്തനൈഡ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കാറുണ്ട്, ആക്റ്റിനൈഡ്സ് നമ്മൾ ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? കഴിഞ്ഞ നമ്മൾ പഠിച്ചായിരുന്നു. അവയുടെ പ്രോപ്പർട്ടീസ് പറയാമ്പോൾ നോക്കുക. ദ ജനറൽ കോൺഫിഗറേഷൻ ഈസ്, കണ്ടോ, n-2 F1 to 14
N-1D 0 to 1 NS2. എന്താ ഇത്? അതിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ല് അവിടെ NS എന്ന് മാർക്ക് ചെയ്തു. അവിടെ എപ്പോഴും 2 ഇലക്ട്രോൺ കാണും. തൊട്ടിപ്പുറത്തുള്ള ഷെൽ അതാരാ? പെനൾട്ടിമേറ്റ്. അത് N-1D 0 to 1. എന്താ 0 to 1 എന്ന് പറഞ്ഞാൽ ചില ആറ്റങ്ങളുടെ കേസ് ഡിക്കകത്ത് ഇലക്ട്രോൺ ഇല്ലാത്ത സ്റ്റേജ് വരുന്നുണ്ട്. എന്നാൽ ചില ആറ്റങ്ങളുടെ കേസിൽ ഒരു ഇലക്ട്രോൺ മാത്രം വരുന്ന കേസുണ്ട്. അപ്പോൾ 0 വരാം 1 വരാം. അതാണ് 0 to 1 എന്ന് പറയാൻ കാരണം. പിന്നെ N-2 114 1 to 14. N-2 എന്ന് പറയുന്ന അർത്ഥം എന്താ? ഔട്ടർമോസ്റ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഷെല്ലാണ് പെനൾട്ടിമേറ്റ്. അതിനും അടുത്തുള്ള ഷെല്ലാണ് ആൻറ്റി പെനൾട്ടിമേറ്റ്. മനസ്സിലായോ? ആൻറ്റി പെനൾട്ടി നമ്പർ എപ്പോഴും N-2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് ഇപ്പോൾ 6 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വരും N-1 5 ആയിരിക്കും. അപ്പോൾ N-2 4 ആയിരിക്കും. കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം വരും. അപ്പോൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിനകത്ത് F ഓർബിനകത്തോട്ട് ഇലക്ട്രോൺ ചെന്ന് ചേരുന്ന എലമെൻറ്റ്സ് വിളിച്ചവരെ F ബ്ലോക്ക് എലമെൻറ്റ്സ് പറഞ്ഞത്. അത് മിനിമം നമ്പർ 1 വരും, മാക്സിമം നമ്പർ 14 വരും. അപ്പോൾ ഓർത്തിരിക്കുക, N-2 F 1 to 14, N-1D 0 to 1 NS2. That is a configuration of which block? F block elements. അടുത്തത് ദേ ആർ ഓൾ മെറ്റൽസ്. എല്ലാം മെറ്റൽസ് ആണ്. മെറ്റാലിക് പ്രോപ്പർട്ടി ഉള്ളത്. അടുത്തത് ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്. അവർക്കും ഉണ്ട് കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ്. പിന്നെ ദേ ഷോ വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ്. അവർക്കും ഉണ്ട് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവ്. അത് ഡി ബ്ലോക്കിനകത്ത് വരുന്ന കുറേ പ്രോപ്പർട്ടി റിപ്പീറ്റേഷനാണ്. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ എൻറ്റയർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ട്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദറ്റ് ഈസ് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് മോഡേൺ പീരിയോഡ് എടുക്കുകയാണെങ്കിൽ ഈ എലമെൻസിൻ്റെയൊക്കെ ഏതാനും ചില പ്രോപ്പർട്ടീസ്, എസ്പെഷ്യലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ തന്നെ ഒരു പ്രത്യേക വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ആ വേരിയേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനിയും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് കോൾഡ് അറ്റോമിക് സൈസ് ഓർ അറ്റോമിക് റേഡിയസ്. അറ്റോമിക് സൈസ് ഓർ അറ്റോമിക് റേഡിയസ്. സോ വാട്ട് ഈസ് അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ വാട്ട് ഈസ് അറ്റോമിക് സൈസ് ആൻഡ് ഹൗ ഇറ്റ് വേരീസ് അലോങ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഹൗ ഇറ്റ് വേരീസ് അലോങ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനകത്തും അതുപോലെ പീരീഡിനകത്തും ഈ അറ്റോമിക് സൈസൊക്കെ വേരി ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ ആദ്യം എന്ത് വേണം? അറ്റോമിക് സൈസ് എന്നാൽ എന്ത് അതറിഞ്ഞിരിക്കണം അല്ലേ? ഒന്നുമില്ല, വളരെ സിമ്പിളാണിത്. അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. മനസ്സിലാക്കുക, ഒരു ആറ്റം ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ മുതൽ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന ഔട്ടർമോസ്റ്റ് ഷെൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്ന് പറയും. അപ്പോൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയുള്ള സംഭവം, അതായത് അപ്പോൾ ഇതൊരു ആറ്റം സൈസ് ആണ് അസ്യൂം ചെയ്യുക. ഇത്രയും വലുപ്പമൊന്നും ഇല്ലേ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് നടുക്കാരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ടല്ലേ, ഇതാണ് ന്യൂക്ലിയസ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, ഇതാണ് സെൻറ്റർ. കണ്ടോ, ഇവിടെ മുതൽ ദി ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ട് ഈ ദൂരം കണ്ടോ, ഇതിന് വിളിച്ച പേരാണ് അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ അത് പറയുന്നത് പൈക്കോമീറ്റർ, അറ്റോമിക് സൈസൊക്കെ പൈക്കോമീറ്റർ ആണ് അറിയപ്പെടും. പൈക്കോമീറ്റർ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, യൂണിറ്റ് ഓഫ് അറ്റോമിക് സൈസ് പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹൗ ഇറ്റ് വേരീസ് അലോങ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മളതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ 2 സീരീസ് ഓഫ് എലമെൻറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അപ്പോൾ അറ്റോമിക് സൈസിൻ്റെ വേരിയേഷൻ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിലെയും പീരീഡിൻ്റെയും മനസ്സിലാക്കുവാൻ നമ്മൾ 2 എക്സാമ്പിൾ എടുക്കാൻ പോവാണ്. ഒന്നാമത്തത് സെക്കൻഡ് പീരീഡും രണ്ടാമത്തത് ഗ്രൂപ്പുമാണ്. ആദ്യം സെക്കൻഡ് പീരീഡ് എടുക്കാം. നോക്കുക, ഇതാണ് സെക്കൻഡ് പീരീഡ്, നിങ്ങൾ അസ്യൂം ചെയ്യാം കേട്ടോ. ഇതാണ് സെക്കൻഡ് പീരീഡ്. ഓക്കെ, ഇതിനകത്ത് ഉള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം ലിഥിയമാണ്. സെക്കൻഡ് പീരീഡിൻ്റെ സ്റ്റാർട്ടിംഗ് എലമെൻറ്റ് ലിഥിയമാണ്. പിന്നെ ബെറിലിയം. അപ്പോൾ ഇവിടെ 3, ഇവിടെ 4, അടുത്ത 5 അത് ബോറോണാണ് കേട്ടോ. എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ കാർബൺ 6, പിന്നെ നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ
10. ഇതാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ വേരിയേഷൻ നോക്കാം, എന്നിട്ട് ഗ്രൂപ്പിലേക്ക് കടക്കാം. നോക്കുക, ആദ്യമേ പറയട്ടെ, along the period from left to right atomic size decreases. ഇപ്പം ജസ്റ്റ് വരയ്ക്കുക, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സപ്പോസ് ലിഥിയത്തിൻ്റെ സൈസ് ഇതാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇതിനേക്കാൾ അല്പം കൂടെ ചെറുതായിരിക്കും ബെർലിയം, അതിനേക്കാൾ അല്പം കൂടെ ചെറുതായിരിക്കും ബോറോൺ, അതിനേക്കാൾ ചെറുത് കാർബൺ, അതിനേക്കാൾ ചെറുത് നൈട്രജൻ, അതിനേക്കാൾ ചെറുത് ഓക്സിജൻ, അതിനേക്കാൾ ചെറുത് ഫ്ലൂറിൻ, നിയോൺ മുമ്പ് ഏറ്റവും കുറവായി. കണ്ടോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കിച്ച് കാണിക്കുന്നത്. ഇത്രയും സൈസൊന്നും ഇല്ലാത്തത് ഒരിക്കലും വിചാരിക്കുകയും ചെയ്തു കേട്ടോ. ഓക്കെ, നോക്കി, ഏറ്റവും വലിപ്പം കൂടുതൽ ലിഥിയമാണ്, ഏറ്റവും ചെറുതാര നിയോൺ. അപ്പോൾ നമുക്ക് ജനറൽ ട്രെൻഡ് പറയാൻ പറഞ്ഞ് എന്ത് പറയും? along the period from left to right atomic size decreases. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ഞാൻ അതിൻ്റെ റീസൺ പറയാൻ പോവാണ്. എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു വരുന്നത്? അതിന് കാരണം പറയുന്നത്, നിങ്ങൾ ആദ്യം എൻ്റെ അറ്റോമിക് നമ്പർ വേരിയേഷൻ നോക്കിയാട്ട് 3 എന്നുള്ള എത്രയായിട്ട് മാറി? 4, then 5, then 6, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ 1 ഇൻക്രീസ് ചെയ്തു, ഇവിടെയും 1 ഇൻക്രീസ് ചെയ്തു, ഇവിടെയും 1 ഇൻക്രീസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 യൂണിറ്റ്. ശരിയാണല്ലോ? ഓക്കെ, ഇനിയും അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ കേസിൽ പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടിയുമ്പോൾ തീർച്ചയായും നമ്പർ ഓഫ് ഷെൽസും കൂടേണ്ടതാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് പീരീഡ് ദ നമ്പർ ഓഫ് ഷെൽ റിമെയിൻ സെയിം. മനസ്സിലാക്കുക, 2 ഷെല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. നോക്കി, ലിഥിയം അറ്റോമിക് നമ്പർ 3 ആകുമ്പോൾ കോൺഫിഗറേഷൻ എന്താ? 2, 1 എന്നാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് വരച്ച് നോക്കാം. ന്യൂക്ലിയസ് ഇസ് ദ സെൻറ്റർ, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്. ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്ത് ആദ്യത്തെ ഷെല്ല് 2 എണ്ണം, പിന്നെ 1 എണ്ണം. ഇപ്പം 2 + 1 3 ആയല്ലോ. ഇവിടെ ഇപ്പോൾ 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിൻ്റെ 3 പോസിറ്റീവ് ആണ് കണ്ടുപോകാം. അറ്റോമിക് നമ്പർ 3 ആകുമ്പോൾ 3 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ പ്രോട്ടോൺസ് അല്ലേ. അപ്പോൾ അക്കാരണത്താൽ ദ ന്യൂക്ലിയസ് ഓഫ് ലിഥിയം കണ്ടെയ്ൻ 3 പോസിറ്റീവ് ചാർജ്. ഇനി അടുത്ത ബെർലിയം അറ്റോമിക് നമ്പർ 4 അല്ലേ. അപ്പോൾ 2, 4 ഇങ്ങനെ വരയ്ക്ക് നോക്കാം. ന്യൂക്ലിയസ് വീണ്ടും നമുക്ക് വരയ്ക്കുക. പിന്നെ കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്. ഓക്കെ, ഇവിടെ 4+ വരത്തില്ലേ? വരും. ഇനി അടുത്ത എന്താ? ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യണം അല്ലേ. ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നെ അടുത്തതിനകത്തും 2 ഇലക്ട്രോൺ, 2 + 2 4 ഇലക്ട്രോൺ. ഇനി അടുത്ത 5 വരട്ടെ. 2, 3 എന്നല്ലേ. അപ്പോൾ എന്നിട്ട് കെ ഷെല്ല്, എൽ ഷെല്ല്. ഇവിടെ 5+ വരും, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. ശരിയാണല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാം എന്താ പീരീഡിൻ്റെ മനസ്സിലാക്കാൻ നമുക്ക് ഇത്രയും മതിയാവും. നോക്കിയിട്ട്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ബൈ 1 യൂണിറ്റ്. അറ്റ് ദ സെയിം ടൈം ദ ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. എന്താ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ? ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്. കണ്ടു, ഇവിടെ 3+ ആയപ്പോഴും 4+, അപ്പോൾ ഒന്നുകൂടി. ഇവിടെ 5+, അപ്പോൾ വീണ്ടും ഒന്നുകൂടി. അടുത്തത് 6+, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അത് പോയിൻ്റാണ്. അടുത്ത പോയിൻ്റ് നോക്കി, ഇവിടെ എത്ര ഷെൽസ് ഉണ്ട്? ഇവിടെ 2 ഷെൽസ്, ഇവിടെയും 2 ഷെൽസ്, ഇവിടെയും 2 ഷെൽസ്. അപ്പം നമ്പർ ഓഫ് ഷെല്ല് കൂടിയിട്ടില്ല, ഉണ്ടോ? നമ്പർ ഓഫ് ഷെൽ റിമെയിൻ സെയിം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺ, ദ എക്സ്ട്രാ ഇലക്ട്രോൺ ഗോസ് ടു ദ സെയിം ഷെൽ. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നോക്കി, ഇവിടെ 3 ഇലക്ട്രോൺ ആയപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നേക്കുന്നത് ദ എൽ ഷെല്ലിലോട്ടാണ്. ഇവിടെ ആകെ 4 ഇലക്ട്രോൺ വന്നപ്പോൾ 2 കെ ഷെല്ലിൽ പോയി, 3, 4 എൽ ഷെല്ലിൽ തന്നെ വന്നു. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും സെയിം നമ്പർ ഓഫ് ഷെൽസ് അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വ്യക്തമാണ്. നോക്കി, ഇവിടെ 3+ ആയപ്പോഴും 4+ ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് അല്ലെ ന്യൂക്ലിയസ് ആ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ അകത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർ അട്രാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഔട്ടർമോസ്റ്റ് ആണ്. ഇവിടെ 3 പോസിറ്റീവ് ചാർജാണ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? പക്ഷേ അടുത്ത ഒരു ബെർലിയം വരുമ്പോൾ നോക്കിയേ, ഈ ഓരോ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാൻ 4+ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ്. ഇവിടെ 3+ ആയപ്പോഴും 4+. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ ആയിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ? 3+ അട്രാക്റ്റ് ചെയ്യുന്നതാണോ അതോ 4+ അട്രാക്റ്റ് ചെയ്യുന്നതാണോ? 4+ അട്രാക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻവേർഡ് പുൾ ന്യൂക്ലിയസിൻ്റെയും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കൂടുതലാണ്. ആരേക്കാൾ? ലിഥിയത്തേക്കാൾ. ഇനി അടുത്തടുത്ത് ഇവിടെ 5+ ഉണ്ട്, 5 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ 5 പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം. കണ്ടോ? അപ്പോൾ എന്ത് പറ്റും? ഇതിനേക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇവിടെ വരും. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ഔട്ടർമോസ്റ്റ് അല്ല അകത്തേക്ക് അങ്ങ് ഷ്രിങ്ക് ചെയ്യും. എന്തോ ഷ്രിങ്ക് ചെയ്യുക? ചുരുങ്ങുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ along the period from left to right atomic size decreases. Why? Because 1 nuclear charge increase by 1 unit.
2. The extra electron goes to the same shell. Then 3. As a result of increase in the nuclear charge, inward pull or force of attraction between nucleus and outermost electron increases. As a result, the outermost electron will shrink, or we can say atomic size decreases. Clear ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇതേ ട്രെൻഡ് അങ്ങോട്ടും പോകുന്നത്. ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാം ഗ്രൂപ്പ് പറയാൻ പോവാണ്. നോക്കുക, ഇത് ലിഥിയം അല്ലേ? അപ്പോൾ അടുത്ത് എന്തായിരിക്കും? സോഡിയമാണ്. സോഡിയം എന്ന് മറ്റേ നമ്പർ എത്ര? സോഡിയത്തിൻ്റെ 11 ആണ് അല്ലേ? കോൺഫിഗറേഷൻ ഒക്കെ അറിയാമല്ലോ, 281 എന്നല്ലേ? അപ്പോൾ ഇവിടെ KLM കണ്ടോ, 3 ഷെല്ലുണ്ട്. ഞാൻ അത് വരയ്ക്കാൻ പോകും, നോക്കിക്കോണം. ഇത് ന്യൂക്ലിയസ്, ഇത് K ഷെല്ല്, ഇത് L ഷെല്ല്, ഇത് M ഷെല്ല്. ശരിയാണല്ലോ? ഇവിടെ 11 പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 8 ഇലക്ട്രോൺ, 8 ഔട്ടർ മോസ്റ്റ് കൺട്രോൾ 1 ഇലക്ട്രോൺ. അപ്പം 281. നിങ്ങൾ ഗ്രൂപ്പിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കാൻ ഈ 2 ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ആരൊക്കെയാണ്? ലിഥിയം ആൻഡ് സോഡിയം. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് ലിഥിയം, ഐ ടോൾഡ് യു ദാറ്റ് ദ ന്യൂക്ലിയർ ചാർജ് ഈസ് 3+, നമ്പർ ഓഫ് ഷെൽ ഈസ് 2. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് സോഡിയം, ന്യൂക്ലിയർ ചാർജ് ഈസ് 11+, ആൻഡ് നമ്പർ ഓഫ് ഷെൽ ഈസ് ഈക്വൽ ടു 3. കണ്ടോ, നമ്പർ ഓഫ് ഷെല്ല് കൂടി. KLM 3 ഷെല്ലുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്, നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യത്തില്ലേ? ആര് തമ്മിലുള്ള? ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ? കുറയുകയാണ്. അപ്പോൾ ലിഥിയത്തിന് ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാൾ വളരെ കുറവായിരിക്കും സോഡിയത്തിനുള്ളത്. ആരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ദെൻ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസസ്. സോ ദിസ് ആറ്റം വിൽ എക്സ്പാൻഡ് ഇറ്റ്സ് സൈസ്. അപ്പോൾ ഇതിനേക്കാളും സൈസ് കൂടിക്കൊണ്ടിരിക്കുകയത്. മനസ്സിലായോ? അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും? പൊട്ടാസ്യം 4 ഷെല്ല് കാണും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ situated far away from the nucleus. So attractive force decreases. So atom will expand its size. That means from top to bottom along the group, atomic size increases. ശരിയല്ലേ? പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ ന്യൂക്ലിയർ ചാർജിൻ്റെ വേരിയേഷൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 3+ ആയപ്പോൾ ഇവിടെ 11+ ആണ്. സോ ദർസ് എ കൺസിഡറബിൾ ചേഞ്ച് ഇൻ ന്യൂക്ലിയർ ചാർജ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു, പീരിയഡിക് കേസ് പഠിച്ചെന്താ? ന്യൂക്ലിയർ ചാർജ് മുമ്പ് ഇൻവേർഡ് പുള്ള് കൂടുമെന്ന് പഠിച്ചു. അപ്പോൾ അറ്റോമിക് സൈസ് കുറയും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കി 3 എന്നുള്ള പെട്ടെന്ന് 11+ലേക്ക് മാറി. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആണ്, പക്ഷേ അവിടെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ആണ്. അതിന് കാരണം നിങ്ങൾക്കറിയാം എന്താണ്? ഇവിടെ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആണ്, പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ബൈ 1. ഇവിടെ KL, ഇവിടെ KLM, അടുത്ത KLMN, ലൈക്ക് ദാറ്റ്. അപ്പം നമ്പർ ഓഫ് ഷെല്ല് കൂടുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു, അപ്പോൾ ആറ്റം വിൽ എക്സ്പാൻഡ് ഇറ്റ്സ് സൈസ്. ദാറ്റ് ഈസ് വൈ ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാം ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വേരിയേഷൻ നിങ്ങൾ ശരിക്കും പഠിച്ചോണം. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് 2 ഗ്രാഫ് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. നോക്കുക, ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എലോൺ ദി എക്സ് ആക്സ് അറ്റോമിക് നമ്പറും Y ആക്സിലെ അറ്റോമിക് സൈസുമാണ്. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡ് എലമെൻ്റ് വേരിയേഷൻ ആണ്. നോക്കി, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. എങ്ങനെ ഗ്രാഫ് ഒന്ന് സ്റ്റഡി ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ അറ്റോമിക് നമ്പർ ഏറ്റവും കുറവ് ആരാ? ലിഥിയം അല്ലേ? 3 ആണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ 0 ആണെന്നിരിക്കട്ടെ. 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അടുത്ത് വരും. അപ്പം നേരെ മുകളിലോട്ട് കൊണ്ടുപോകും. ലൈക്ക് ദിസ്. കണ്ടോ, ഇതാണ് ലിഥിയം. അതിൻ്റെ വാല്യൂ കണ്ടോ, ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അറ്റോമിക് സൈസ് വളരെ വലുതാണ്. പക്ഷേ അടുത്ത് വരുമ്പോൾ ഗ്രാഫ് നേരെ താഴോട്ട് കണ്ടോ, ബെർലിയം, അതിനൊക്കെ കുറയും, അറ്റോമിക് സൈസ് കുറയാണ്. അപ്പോൾ കണ്ടോ, ഗ്രാഫ് അല്പം അങ്ങോട്ട് മാറും. വീണ്ടും അടുത്തത് ബോറോൺ വരുമ്പോൾ വീണ്ടും ഗ്രാഫ് റൈറ്റിലേക്ക് മാറുന്നു. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്ന് കണ്ടോ, ഒരു കർവായിട്ട് പോവുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യമേ കർവ് അങ്ങ് വരയ്ക്കുക, എന്നിട്ട് ഇതിനെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഏറ്റവും അവസാനം കണ്ടോ, നിയോൺ വരുമ്പോൾ അറ്റോമിക് നമ്പർ ഏറ്റവും ഹയസ്റ്റ് ആയി. കണ്ടോ, അറ്റോമിക് നമ്പർ 10 ആണ്. അതിൻ്റെ അറ്റോമിക് സൈസ് നോക്കി, ഇവിടുന്ന് പോയിൻ്റ് ഇങ്ങോട്ട് എടുത്താൽ കണ്ടോ, ഏറ്റവും താഴെ കണ്ടോ, Y ആക്സിൽ ഏറ്റവും താഴെയാണ് മീറ്റ് ചെയ്യുന്നത്. ലിഥിയം ആയപ്പോൾ ഏറ്റവും മുകളിൽ കണ്ടോ, ഇവിടെ വന്നു. അപ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് ഇവിടെ നോക്കി, ഗ്രാഫിലെ അറ്റോമിക് സൈസ് എന്താണ്? അത് ഡിക്രീസസ്, ബട്ട് അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. ഇത് സെക്കൻഡ് പീരീഡ് എലമെൻറ്റിലെ അറ്റോമിക് സൈസിൻ്റെ വേരിയേഷനാണ്, ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലോ? ചിലപ്പോൾ ഈ ഗ്രാഫ് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ പറയും, 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. When atomic number of elements increases, atomic size decreases. That is the point.
എന്നാൽ അടുത്ത ഗ്രാഫ് നോക്കുക. ഇതെന്ത് എക്സ് ആക്സ് അറ്റോമിക് നമ്പറും വൈ ആക്സ് അറ്റോമിക് സൈസുമാണ്. ഇത് ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രാഫാണ്. ആൽക്കലി മെറ്റൽസ് ആകുമ്പോൾ എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എക്സെട്ര. ഓക്കെ, ഇവിടെ ഫ്രാൻസ് എടുത്തില്ല, റേഡിയോ ആക്റ്റീവ് വേണ്ട, വിട്ടേക്കാതെ. ഇനി ആ ഗ്രാഫ് ഒന്ന് സ്റ്റഡി ചെയ്യാം. ആദ്യം ലിഥിയം കണ്ടോ, ഇതാണ് ലിഥിയം പോയിൻറ്റ്. പിന്നെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് സോഡിയം, വീണ്ടും ഇൻക്രീസ് ചെയ്തു കണ്ടോ, മനസ്സിലാണ്ടോ? വീണ്ടും അടുത്തത് റുബീഡിയം, സീഷ്യം. ചുരുക്കി പറഞ്ഞാൽ ലിഥിയത്തിൽ തുടങ്ങി സീഷ്യത്തിൽ വരുമ്പോൾ കണ്ടല്ലോ എന്താ വൈ ആക്സിസ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അപ്പോൾ ഈ ഗ്രാഫ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെൻ നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഇൻക്രീസസ് അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ്. റീസണൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പറയണം എന്താണ്? ദിസ് ഗ്രാഫ് ഷോസ് ദാറ്റ് വെൻ അറ്റോമിക് നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഇൻക്രീസസ് അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ്. പിന്നെ ഇവിടെ ഒരു ഡയറക്റ്റായിട്ട് അങ്ങ് ഇൻക്രീസ് പോവല്ല, ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു പീക്കിൽ വന്ന് പിന്നെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, എങ്കിലും നെറ്റ് എഫക്റ്റ് പറഞ്ഞാൽ ലിഥിയത്തിൽ നിന്ന് സീഷ്യം എടുക്കുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അതാണ് റീസൺ. ഓക്കെ.